കണ്ടു പോയല്ലോ എന്ന് തോന്നിപ്പോയ ഒരു സിനിമ, അല്ലെങ്കിൽ കണ്ടിട്ടും മനസ്സിലാവാത്ത ഒരു സിനിമ, അതുമല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ച ഒരു പടം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവമായിരിക്കാം നിങ്ങൾക്ക് സിസ്റ്റർ മിഡ് നൈറ്റ്. 2024 ഇറങ്ങിയ ഈ സിനിമ ഹൊറർ ഡാർക്ക് ഹ്യൂമർ വിഭാഗത്തിൽപ്പെടുന്ന എന്നാൽ റിയലിസ്റ്റിക് കൂടിയായ ഒരു വന്യമായ സിനിമയാണ്. രാധിക ആപ്റ്റെയാണ് കേന്ദ്ര കഥാപാത്രം. സംവിധാനം കരൺ കന്ധാരി. രാധികയുടെ ഉമ എന്ന കഥാപാത്രം ഗോപാൽ എന്ന ചെറുപ്പക്കാരൻ്റെ ഭാര്യയാവുന്നു. അറേഞ്ച്ഡ് മാരേജാണ്. ഇവരുടെ ദാമ്പത്യം ഒട്ടും സന്തോഷകരമല്ല. ഇവരുടെ ദാരിദ്ര്യം, ഭർത്താവിൻ്റെ അവഗണന എല്ലാമായി നായിക ഒറ്റപ്പെടുന്നു. വിവാഹ ജീവിതത്തിലെ നൈരാശ്യത്തിനും അവഗണനയിലും ജീവിക്കുമ്പോൾ ഉമയെ ഒരു കൊതുക് കടിക്കുന്നു. പിന്നെ അസാമാന്യമായ കഴിവുകൾ ഉമയ്ക്കുണ്ടാകുന്നു. സൂപ്പർ ഹീറോ അല്ല, വേറെ ഒരു തരം, ഒരു ലെവൽ. അതിരുകളിൽ നിന്നും പുറത്തു ചാടിയ ഒരു വന്യമായ ശക്തിയാകുന്നു ഉമ. പിന്നെ ഒരു ഡാർക്ക് മൂഡിലാണ് സിനിമ. ഇന്ത്യൻ സാമൂഹിക നിയമങ്ങളെയും ഒരു സാധാരണ സ്ത്രീ മോശം ദാമ്പത്യത്തിൽ അകപ്പെടുമ്പോൾ അവളുടെ ഉള്ളിലുണ്ടാകുന്ന ദേഷ്യത്തെയും നിരാശയും ഒരു ഭീകരജീവിയായി സങ്കല്പിച്ച് അവതരിപ്പിക്കുന്നതാണ് ഈ സിനിമ. ഒരു എൻ്റർടൈനർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. മര്യാദയ്ക്ക് മനസ്സിലാവണമെങ്കിൽ 2 or 3 പ്രാവശ്യമെങ്കിലും കാണേണ്ടി വരും. 18+ മൂവിയാണ്. വയലൻസ്, ന്യൂഡിറ്റി ഇതിൻ്റെയൊക്കെ അതിപ്രസരം തന്നെ ഉണ്ടാകും. ഇതൊക്കെ കുറച്ച് സിമ്പിളായി അവതരിപ്പിക്കാതെ അവാർഡിന് അയക്കാൻ പണിപ്പെട്ടതാണ്. രാധികയുടെ പെർഫോമൻസ് കൊള്ളാം. ഉറക്ക ഗുളികയിലും ഒരു കഥ തേടുന്നവർക്ക് ശ്രമിക്കാം സിസ്റ്റർ മിഡ് നൈറ്റ്. ഇനി ഇതൊന്നുമല്ല നിങ്ങൾക്ക് മനസ്സിലായ കഥയെങ്കിൽ തീർച്ചയായും പറഞ്ഞോളൂ, ഞാനും കേൾക്കാം.